ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ ബിരിയാണി നമ്മൾ ഉണ്ടാക്കുന്നത്. സവാളയും തക്കാളിയും ഒന്നും വഴറ്റിയെടുക്കാനൊന്നും നിൽക്കണ്ട. വളരെ സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കൂടെയാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബീഫ് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വെന്ത് കിട്ടാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ബിരിയാണി മസാലയും, ഞാനിവിടെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള ബിരിയാണി മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടീസ്പൂണും ചേർത്തിട്ട് ആദ്യം ബീഫിലൊന്ന് പുരട്ടി വെക്കുകയാണ് കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി സമയമില്ലെങ്കിൽ അപ്പോൾ തന്നെ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നമ്മൾ ഒരു 95% ഇപ്പോൾ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബിരിയാണി എല്ലാം ദം ചെയ്യലൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ബീഫ് നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഒരു 95% വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 6 വിസിൽ വന്ന സമയത്ത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കൂടെ വെച്ചിട്ട് ഈ കുക്കർ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫിന് പലതിനും പല വേവായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്കുള്ള റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 6 ഏലക്ക, 6 ഗ്രാമ്പു, പിന്നെ 2 കഷ്ണം കറുവപ്പട്ട, 2 വലിയ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ചേർത്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പ്രഷർ കുക്കറിൽ ആവിയൊക്കെ പോയിട്ട് ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ബീഫ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് വഴറ്റിയെടുക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഈ ബീഫ് വേവിച്ച വെള്ളത്തിലേക്ക് ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള സവാളയും 4 ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 കിലോ ബീഫിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. ഇതിലേക്ക് 2 വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങയുടെ പകുതിയിൽ നിന്നുള്ള നീര് ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇതിലേക്ക് 3 വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാം നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. വഴറ്റാനൊന്നും നിൽക്കണ്ട. എല്ലാം നമ്മളിങ്ങനെ വേവിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് മല്ലിയില പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർക്കാം. ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ ബിരിയാണി മസാല ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ചേർത്തത്. നമ്മൾ വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തതാണെങ്കിൽ അത് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയൊന്നും വേണ്ടി വരില്ല. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എരിവ് ചെക്ക് ചെയ്തിട്ട് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പ്രഷർ കുക്കർ മൂടി വെച്ചിട്ടൊരു 4 വിസിലാണ് കേട്ടോ ഇത് അടുപ്പിച്ചെടുത്തത്. 4 വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ 4 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം തുറക്കുമ്പോഴേക്കും ഈ സവാളയും തക്കാളിയൊക്കെ നല്ല പോലെ വഴന്നിട്ടുണ്ടാവും. ആവി പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു അരി വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളമില്ലേ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റിയെടുത്ത അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ തന്നെ കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ജീരകശാല കൈമ റൈസ്. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ടേസ്റ്റിൽ കിട്ടുന്നത് ഈ ഒരു റൈസാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ബസ്മതി അരി ആണെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബിരിയാണി റൈസ് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് നമ്മൾ റൈസ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് നെയ്ച്ചോറ് പോലെ വേവിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അരി നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ മുഴുവനായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മൾ ദം ചെയ്തെടുക്കുന്ന ഒരു ദം ചെയ്യുന്ന സമയത്ത് അരി അധികമൊന്നും വെന്ത് പോകുന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ മുഴുവനായിട്ടും വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അരി നല്ല പോലെ ഇത് തിളച്ച് അരി വേവുന്ന സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഊറ്റിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പ്രഷർ കുക്കറിലെ ആവിയൊക്കെ പോയിട്ട്
ഈ സവാളയും തക്കാളിയില്ലേ അത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ബീഫില്ലേ അത് ചേർക്കാം. എന്നിട്ട് നമ്മൾ 2 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബീഫിൽ ഈ മസാലയൊക്കെ നല്ല പോലെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താലൊന്നും ബീഫിൽ മസാല പിടിച്ച് കിട്ടില്ല. അപ്പോൾ 2 വിസിലും കൂടെ അടിക്കുമ്പോഴേക്കും ബീഫ് നല്ല പോലെ സോഫ്റ്റായിട്ട് വരികയും ചെയ്യും കേട്ടോ. നമ്മളിപ്പോൾ 95% ആദ്യം വേവിച്ചെടുത്തത്. അപ്പോൾ മുഴുവനായിട്ട് അങ്ങോട്ട് വെന്ത് കിട്ടുകയും ചെയ്യും ആ സമയം കൊണ്ട്. 2 വിസിലും അടിച്ചിട്ട് ആവിയൊക്കെ പോയിട്ട് തുറന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് കോരുകയാണ് കേട്ടോ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സവാളയും കൂടെ വറുത്ത് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ സവാള ചേർക്കുന്നില്ല കേട്ടോ. എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനുള്ള സവാളയും കൂടി ഈ സമയത്ത് ചേർക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫില്ലേ അത് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. ഈ നെയ്യിൻ്റെ ഫ്ലേവർ നല്ല പോലെ ഇതിൽ പിടിച്ച് കിട്ടാനും വഴറ്റിയെടുത്ത ആ ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് അധികം ഓയിലൊന്നും ചേർക്കാൻ താല്പര്യമില്ലാതെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ നെയ്യ് ചേർത്തത് അങ്ങോട്ട് ഒഴിവാക്കട്ടെ, നേരിട്ട് അങ്ങോട്ട് ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നല്ല പോലെ ഒന്ന് നെയ്യിലിട്ടിട്ട് മസാല നല്ല പോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിവിടെ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇല്ലേ അത് ചേർത്തിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. ഈ സമയത്ത് തന്നെ ബീഫ് നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ദം ചെയ്തെടുക്കുന്നത് ഈ മസാല റൈസൊക്കെ നല്ല പോലെ ഒന്ന് സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് വേവൊന്നും ഇല്ല കേട്ടോ, കാരണം നമ്മൾ കനലൊന്നും ഇട്ടിട്ടല്ലല്ലോ ഇത് ദം ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇത് ഓവർ കുക്ക് ആവുമൊന്നുമില്ല, റൈസാണെങ്കിലും ബീഫാണെങ്കിലും. റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വെറും 1/2 കിലോ ആണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിവിടെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സും റൈസിൻസും മല്ലിയിലും കൂടെ ഇട്ടിട്ട് ചെറിയ തീയിലൊരു 10 മിനിറ്റ് വെക്കുക. അപ്പോഴേക്കും റൈസും മസാലയൊക്കെ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും കേട്ടോ. 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെപ്പറേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ മസാലയും റൈസും കൂടെ ഒരുമിച്ചിട്ടോ വിളമ്പാം. ഞാനിത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ വിളമ്പുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നിങ്ങൾക്ക് നല്ല പോലെ ഇഷ്ടമാവും. സാധാരണ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഒരുപാട് സമയമെടുത്ത് വഴറ്റിയെടുത്തിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത്. നമ്മളങ്ങോട്ട് മാറിപ്പോയാൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടെൻഷനൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ബീഫ് ബിരിയാണി. ബീഫ് മാത്രമല്ല ചിക്കനും നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്